हम लोग को टारपाया चाहिए ना। अब थोड़ा प्राइस लिस्ट थोड़ा पहली बार हम लोग किया ना, टोटल 1 कंटेंट में किया ना, ऐसा टोटल ऐसा करेगा ये सीजन में पूरा। अच्छा हाँ, यानी अभी वो भेजेगा, प्राइस लिस्ट भेजेगा अभी। हाँ पहले हम लोग किया ना, ऐसा ऐसा करेगा, मुश्किल नहीं। ठीक है। वो प्राइस लिस्ट मत, और इसका वो नेट रेट कैसा मिलेगा, वो डिस्काउंट कैसा मिलेगा, वो भी थोड़ा बोलना है। अच्छा ओ ठीक है। ओके हम आप वापस फ़ोन करेगा, हम आप भेजने के बाद तो थोड़ा चेक करके बाद आपको वापस फ़ोन करेगा। ओके ठीक है। ആരാണ് ഈസി മാർക്കറ്റിംഗ്? ഈസി മാർക്കറ്റ് ഇപ്പോൾ ടാർപ്പായൊക്കെ തുടങ്ങിയോ? നമ്മളിപ്പോൾ പുതിയൊരു മറ്റേ ഭയങ്കര ഓഫറായിട്ട് ഇപ്പോൾ ഒരു പുതിയ പരിപാടി തുടങ്ങിയതാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങളിപ്പോൾ സംസാരിക്കണേ ഞാൻ കേട്ടു, ആരോട് ടാർപ്പായുടെ ബൾക്ക് കാര്യം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഏറ്റവും റേറ്റ് മുട്ടിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നെറ്റ് റേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് തോന്നിയില്ല, അത് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യലാണ്. അപ്പോൾ പക്ഷെ ഇത് നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് ഇത് നോക്കിയാലും നമ്മൾ ഡയറക്റ്റ് മോഹൻലാലിനോട് നമ്മൾ സംസാരിച്ച് നോക്കാം. ഈസിയുടെ മോഹൻലാലിനോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും കുറവിൽ നിങ്ങൾക്ക് സാധനം എത്ര ബൾക്കാണെങ്കിലും, ഇപ്പോൾ 4 ആണെങ്കിലും 10 ബാഗാണെങ്കിലും എത്ര ആണെങ്കിലും നിങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചേരും. നമുക്ക് നോക്കിയൊക്കെ എന്തായാലും ഇപ്പോൾ വെളുത്തൂരുള്ള തന്നെയല്ലേ ഈസി മാർക്കറ്റ്, ഇപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇന്ന് ഫ്രീ ആണ്. അപ്പം നമുക്ക് മോഹൻലാൽ ഇപ്പോൾ നാട്ടിലുണ്ട്, ഡയറക്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ നമുക്കിന്ന് കാണാം അല്ലേ? ഇൻഷാ അല്ലാ ഒന്ന് സംസാരിച്ച് നോക്കിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല, നോക്കാലോ, ട്രൈ ചെയ്യാം, പരീക്ഷിച്ച് നോക്കാം അല്ലേ? ഓക്കെ. നമ്മൾ വർഷങ്ങളായിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈസി നമ്മൾ എന്തായാലും ഇപ്പോഴും നമ്മൾ ഈസി ഇങ്ങനെ ഓരോരോ ഐറ്റംസുകൾ ഓരോ മോഡലുകൾ നമ്മൾ കൊടുന്നുകൊണ്ട് വരികയാണ്. ഇപ്പം നമ്മളെല്ലാ ജില്ലകളും കവർ ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ എല്ലാ ചെറുകടകളിലും വലിയ കടകളും പുതിയ വണ്ടിയൊക്കെ നമ്മൾ കണ്ടിരുന്നു, ഫേസ്ബുക്കിലൊക്കെ കിട്ടിയിരുന്നല്ലോ വണ്ടി, പുതിയ ഇറക്കി ഈസർ മിനി ഈസറൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് സംസാരിച്ച് നോക്കിയാലോ? ഒന്ന് ഞാൻ വരാൻ ഒരു 10 മിനിറ്റ്. ഓക്കെ. ചെറിയ വർക്ക് കഴിഞ്ഞ ഉടനെ ഞാൻ ഓക്കെ. പിന്നെ ഞങ്ങൾ ഗാലക്സിന്ന് മുസ്തഫ വന്നിട്ടുണ്ട്. അതെ, വരാൻ പറ. എന്താ വർത്തമാനം? നമ്മളെ പിന്നെ ഇപ്പോൾ ലത്തി ഷോപ്പിൽ അതെ ഓക്കെടാ, നല്ല എക്സിക്യൂട്ടീവ് ആയിട്ടുകളെ കറക്റ്റായിട്ട് എല്ലാ ആഴ്ചയും അവിടെ വരും. ഇപ്പം ഇന്ന് വന്ന് നല്ലൊരു സമയത്താണ്. ഞാൻ ജസ്റ്റ് ബോംബെക്ക് വിളിച്ചിട്ട് ഈ വർഷം മഴയൊക്കെ അല്ല, നല്ല ലഡിയൊക്കെ പൊട്ടിയല്ലേ, അപ്പോൾ ടാർപ്പായ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കുമ്പോഴാണ് കയറി വരുന്നത്. അപ്പോൾ അവനൊരു വാക്ക് പറയുന്നത് എന്താ വെച്ചാൽ അള്ളാൻ്റെ ദുനിയാവിൽ കിട്ടാത്ത വിലക്ക് സാധനം വരുന്നതാണ്. അപ്പോൾ ഒരു സംശയം, അപ്പോൾ അങ്ങനെയാണ് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അത് ഓൻ പറഞ്ഞതനുസരിച്ച് റെഡിയാവും. നമ്മൾ 8 വർഷമായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങളൊക്കെ നീക്കി നമ്മളെ കോൺഫിഡൻസ് അവൻ പറഞ്ഞു തന്നെയാണ്. എന്താ വെച്ചാൽ മാർക്കറ്റിൽ എവിടെയും കിട്ടാത്ത റേറ്റിന് ഈസി മാർക്കറ്റിൽ ടാർപ്പായ കൊടുക്കുന്നൊരു കോൺഫിഡൻസ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന തന്നെ ഉള്ളൂ, പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ ഓനെ പറഞ്ഞ പാടെ തന്നെ ദുനിയാവിൽ കിട്ടാത്ത റേറ്റിന് സാധനങ്ങളൊക്കെ ഷോപ്പിലെത്തിക്കും. നമ്മൾ വർഷങ്ങളായിട്ട് ഡയറക്റ്റാണ് ചെയ്യൽ. അപ്പോൾ വർഷം ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്കൊന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ബോംബെന്നോ അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ നിന്നോ എവിടെ നിന്ന് എടുക്കുന്നതിനേക്കാൾ റേറ്റ് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ എൻ്റെ പ്രൈസ് ലിസ്റ്റും എൻ്റെ നെറ്റ് റേറ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യും. ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയാൽ നിങ്ങളെ പ്രയാസപ്പെടുത്തുക. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് മറ്റത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ് ബോംബെയിലൊന്നും അന്വേഷിക്കേണ്ടി വരില്ല, ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. ഈസി മാർക്കറ്റിംഗ് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ അറിയാം, കുറച്ചൊക്കെ നമുക്ക് അറിയാം. കാര്യം ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഒരു വണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കിട്ടിയിരുന്നല്ലോ സംഭവം കണ്ടു. ഇതെന്താ സ്കൂൾ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സ്കൂൾ ഐറ്റംസ് ചെയ്യുന്നുണ്ടോ? ഒരുപാട് ബാഗൊക്കെ ചെയ്യുന്നുണ്ടോ? ബാഗൊന്നും ചെയ്തില്ല, ബാഗ് അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നില്ല. കൊട ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് വാട്ടർ ബോട്ടിലുകളുണ്ട്, പിന്നെ സ്റ്റീൽ ഏതും ഉണ്ട്. പിന്നെ എല്ലാ വെറൈറ്റീസും ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട്. സ്കൂൾ നമ്മൾ ചെയ്യലുണ്ട്, പക്ഷേ സ്കൂളിൻ്റെ കാര്യമൊന്നും പയ്യന്മാർ പറഞ്ഞിട്ടില്ല. നമ്മൾ വേറെ എക്സിക്യൂട്ടീവ് ഉണ്ട്, അവർ വരും നിങ്ങളുടെ ഷോപ്പിൽ നിന്ന്, അവർ സാധനം കൊണ്ട് വരും, കാറ്റലോഗും പ്രൈസൊക്കെ തരും. അതും മാർക്കറ്റിൽ
നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന റേറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ സാധാരണ നിങ്ങൾക്ക് മാർക്കറ്റിൽ കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന റേറ്റ് നമ്മൾ സാധനം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ഓക്കെ ഓക്കെ. എന്തായാലും നിങ്ങൾ ഒന്ന് നമ്മളെ പരിഗണിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങളൊരു ബിസിനസ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമ്മൾ കുഴപ്പമില്ലാതെ ചെയ്യലുണ്ട്, എല്ലാ വർഷം ചെയ്യലുണ്ട്. ഇപ്പോൾ വർഷം ഇങ്ങനെ ഈസി മാർക്ക് നമ്മൾ അറിയാം, ഇവിടുത്തെ പൈമറി വരലുണ്ട്. പുതിയ വെറൈറ്റീസ് ഒന്നാണിത്. കുഴപ്പമില്ല, സാധനം ഉഷാറാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഡീറ്റെയിൽസ് വിടും ഇൻഷാ അല്ലാഹ്. വാട്സപ്പ് ചെയ്യാം, പിന്നെ അവനെ പറഞ്ഞേക്കും ചെയ്യാം. ഓക്കെ ഓക്കെ. ഞാൻ നീങ്ങട്ടെ എന്നാൽ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ബൾക്കായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ രീതി നമ്മൾ ചെയ്തുതരാം. നമുക്ക് എങ്ങനെ വെച്ചാലേ ഇപ്പോൾ ബാഗ് കൊടുക്കാൻ എടുക്കാനുള്ള ബാഗ് തന്നെ ഉദ്ദേശിക്കുന്നത്. അതിൽ പിന്നെ ഏകദേശം ഒരു മൊത്തത്തിലൊരു 100 ബാഗ് സ്റ്റാർട്ട് ചെയ്തെടുക്കാം നമുക്ക്, എല്ലാം മിക്സ് ആയിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ പോകുന്ന 6, 6, 9, 9, 12, 12, 12, 9, 12, 15 ഒക്കെ ഉണ്ടല്ലോ. അതും പിന്നെ ഈ അൺസൈസായിട്ട് വരുന്നുണ്ട്, 21, 12, 20 അങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് വളരെ അത് 1-2 ബാഗ് മതിയാവും. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ 15, 12, 90, 15, 12, 120 ഒക്കെ അത് നമുക്ക് കുറച്ച് അധികം വേണ്ടി വരും. നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നൊരു സൈസ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ചെറുകിട കടകൾ അവർക്കും നമ്മളിൽ നിന്ന് നല്ല റേറ്റിൽ എടുക്കാൻ പറ്റുന്ന സാഹചര്യം സിംഗിൾ പീസ് ആണെങ്കിൽ പോലും. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഷോർട്ട് വരികയാണെങ്കിലൊക്കെ എനിക്ക് ഏത് സമയത്ത് ഏത് സൈസ് ചോദിച്ചാൽ നമ്മൾ തരും. പിന്നെ ചെറിയ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയാനുള്ള ചെറിയ കടക്കാരതാക്കി പറയില്ല, അവർക്ക് പോലും നമ്മളെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അവർക്ക് നല്ല മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും റേറ്റ് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെ പോലത്തെ ബാഗൊക്കെ എടുക്കുന്ന ആൾക്ക് സ്പെഷ്യൽ കേസിൽ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ല ഞാൻ അങ്ങനെ ഇപ്പോൾ ഞാൻ ബാഗ് പർച്ചേസ് സ്റ്റാർട്ട് ചെയ്ത് കൂടി എനിക്കിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 1-2 പീസ് വേണമെന്ന് എനിക്ക് ആ ഒരു പ്രൈസിന് തരാൻ പറ്റും. അത് ചെയ്യാം, അത് നമ്മൾ ചെയ്യും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രീതി തന്നെ ചെയ്യാൻ പറ്റും. ഈ വർഷം നമുക്കപ്പോൾ ഈസി മാർക്കറ്റിനായിട്ട് അപ്രോച്ച് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ പരിഗണിക്കണമെന്ന് അഭിപ്രായം മതി. ഇൻഷാ അല്ലാഹ് നമ്മൾ 100% സപ്പോർട്ട് ചെയ്യും. ഓക്കെ താങ്ക് യു. അസ്സലാമു അലൈക്കും.